എന്ന സമയത്ത് 14 പ്രാവശ്യം കോടതി ഉത്തരവനുസരിച്ചിട്ട് ഈ ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 14 പ്രാവശ്യം. ആ ഗവൺമെന്റ് ഒരു ചെറുവിരൽ ഈ വിഷയം തീർക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. ചെറുവിരൽ അനക്കിയിട്ടില്ല. കൂടാനിരിക്കുന്ന സർക്കാർ, ഞാൻ പണ്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയമുള്ളതെന്ന്. അപ്പൊ 10 മിനിറ്റ് കൊണ്ട് തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് വെച്ചിട്ട് പോയത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല 8ന്റെ പണിയാണെന്ന് ചെയ്തിട്ട് പോയത്. കുഴപ്പമില്ല, അതും കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കും. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില നാറിയ കളികൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. അതിനെക്കുറിച്ച് കുറച്ച് പറയാനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി.ഡി. സതീശൻ ആരെങ്കിലും കെട്ടിപ്പിടിക്കുന്നുണ്ടോ എന്ന് കെട്ടി നിൽക്കുന്ന കുറെ പേരെ ഞാൻ കണ്ടു. മക്കളെ കണ്ടു. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വഖഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ പ്രൈം മിനിസ്റ്ററെ, നമ്മുടെ നരേന്ദ്രമോദിയെ പോയി ഈ പറയുന്ന നമ്മുടെ വി.ഡി. സതീശൻ പോയി കണ്ടതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം തന്നെ ഈ പറയുന്ന നമ്മുടെ മുഖ്യന്റെ കെട്ടിപ്പിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാനൊന്ന് പറയാം. ഇതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ചർച്ച ചെയ്യേണ്ടത്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഈ പറയുന്ന മന്ത്രിമാരോ പിന്നെ മുഖ്യമന്ത്രിയോ എവിടെയെങ്കിലും കെട്ടിപ്പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന കുറെ എണ്ണം. ഇവർക്ക് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇവരെ തകർക്കണം. ഇതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ഓക്കെ, ആദ്യം വീഡിയോ ഇതാണ്. അങ്ങ് പടച്ചു വിടുകയാണ്. ഓക്കെ, മോദിഷൻ ഷോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവം ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾ ഇതിനോടകം തന്നെ കണ്ടു കാണും. പക്ഷെ ഞാൻ ഇത് വീഡിയോ ചെയ്തില്ല. പിന്നെ ഇത് വന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. ഇതാണ് നിങ്ങൾ കാണേണ്ടത്. ഒരു എന്താ പറയുക, ഒരു മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി മോദിഷൻ ഷോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുകയാണ്. അതായത് സീൻ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞാണ് എഡിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഈ എഡിറ്റ് ചെയ്തവനോ അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്ത് വിടുന്ന അവർക്കോ ബുദ്ധിയില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, സീൻ 1, വീട്ടമ്മ വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഈ കെട്ടിപ്പിടിക്കാൻ മുട്ടിക്കിടക്കുകയില്ലയോ ഇവരൊക്കെ? കാരണം വീട്ടിലാരും കെട്ടിപ്പിടിക്കാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരൊക്കെ മുട്ടിക്കിടക്കുകയാണെന്നാണ് അവരുടെ വിചാരം. എന്റെ ദൈവമേ, കഷ്ടം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഈ വി.ഡി. സതീശൻ ക്യാമറയിലേക്ക് നോക്കുകയാണ്. അപ്പൊ എഴുതി വെച്ചിരിക്കുകയാണ്, ക്യാമറ പൊസിഷൻ ശരിയല്ലേ എന്ന് ഉറപ്പുവരുത്തുന്നു. അടുത്തത് എഴുതിയിരിക്കുന്നത് നോക്കിക്കോണം. എന്തൊക്കെയാണ് ഇവര് കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതാണ്. അടുത്തത് അഭിനയം തുടങ്ങുന്നു, കെട്ടിപ്പിടിക്കുന്നു, മുമ്പിൽ വരുന്നവനെ മാറ്റി നിർത്തുന്നു. ഇതൊക്കെയാണ് അവർ എഴുതി വെക്കുന്നത്. ഈ ഒരു സീൻ, അതായത് അവർ ഫോട്ടോ എടുത്തോണ്ടിരുന്ന സമയത്ത് ഒരാളെ ഇങ്ങനെ തട്ടി നീക്കുന്നുണ്ട്, ഒരു പച്ച ഷർട്ട് ഇട്ട്. അതൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഇവന്മാർ ഇങ്ങനെ അങ്ങോട്ട് പടച്ചു വിടുന്നത്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇത് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു ടീച്ചറാണ്. അതുകൂടെ ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിന്റെ ആ ഒറിജിനൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇതാണ് ആ വീഡിയോ. അതായത് അത് എന്നെ പഠിപ്പിച്ച ടീച്ചറാണെന്ന് അവിടെ പറയുന്നുണ്ട്, വി.ഡി. സതീശൻ പറയുന്നുണ്ട്. ആ ഒരു സ്നേഹത്തിലാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നത്. അത് അവരൊക്കെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ടീച്ചർ ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ടീച്ചർ ഏതാണ്ട് പറയുന്നുമുണ്ട്. അപ്പൊ ഏതാണ്ട് ചെയ്തു കൊടുക്കാമെന്ന് എന്തോ പറയുന്നുമുണ്ട്. ഈ സംഭവത്തെയാണ് നാണവും മാനവും ഉളുപ്പും ഉണ്ടോടാ നിനക്കൊക്കെ, കഷ്ടം. അത് കഴിഞ്ഞപ്പോ ഒരാൾ മുമ്പിലോട്ട് വരുമ്പം അങ്ങോട്ട് മാറ്റി നിർത്തുന്നത്. കാരണം അത് ഫോട്ടോയ്ക്ക് കിട്ടിക്കോട്ടെ, അവരുടെ ഫോട്ടോ എടുക്കാൻ, അവർ രണ്ടും ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുക്കാനാണ് അത് അങ്ങോട്ട് തട്ടി മാറ്റുന്നത് ആൾക്കാരെ. എന്റെ ദൈവം, ഇതുപോലെ കഷ്ടം. നിങ്ങളെ എന്താ പറയുകയെന്നറിയോ, പുച്ഛം തോന്നുന്നുണ്ട് നിങ്ങളോട്. ഇങ്ങനെയൊന്നുമല്ല ഒരാൾക്കെതിരെ പറയുന്നതോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെതിരെ നിങ്ങൾ സംസാരിക്കേണ്ടതും. അദ്ദേഹം ചെയ്യുന്ന തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇതുപോലെ എന്തുവാണ്, അദ്ദേഹത്തെ പഠിച്ച ടീച്ചറിനെയോ അമ്മയോ കെട്ടിപ്പിടിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ക്യാമറ വെച്ചിട്ട് ഒളിക്യാമറ പോലെ എടുത്ത് ഇതിനെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്യാപ്ഷൻ ഇട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതുപോലൊരു നാറിയ പണി വേറെയില്ല. സത്യം, ഇതുപോലൊരു നാറിയ പണി വേറെയില്ല. പുച്ഛം തോന്നുന്നുണ്ട് എനിക്ക്. ഈ ഒരു വിഷയം ആയുധമാക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല. അത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല. അത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ പ്രതിപക്ഷമായി ഇരിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടി ചെയ്യുന്ന
തെറ്റുകൾ എന്തൊക്കെയാണ്, ജനങ്ങൾക്ക് വേണ്ടി അവരെന്താണ് ചെയ്യാത്തത്, ഇതൊക്കെയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും ജനങ്ങൾ? നിങ്ങളെ ചേർത്ത് പിടിക്കും. അല്ലാതെ ഇതുപോലത്തെ എച്ചിയിലൊക്കെ കൊണ്ടുവന്നത് കഷ്ടം. നിങ്ങൾക്കൊക്കെ ബോധവും വിവരവും ഉണ്ട്. ഈ ബോധവും വിവരം ഉണ്ടായിരുന്നെങ്കിൽ നല്ലപോലെ നിന്നേനെ. ഇതില്ലാത്തതിന്റെ കുഴപ്പമാണ് സംഭവിക്കുന്നത്. ജനങ്ങളെ നിങ്ങൾ മണ്ടന്മാരായിട്ട് കരുതരുത്. ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് ഇതൊക്കെ വിലയിരുത്തും. മനസ്സിലാവുന്നുണ്ട്? അയ്യയ്യേ എന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോടെ ഒന്ന് കണ്ടു നോക്കിയേ. ഈ പറയുന്ന വി ഡി സതീശൻ സാറ് എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. മക്കളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രായമായവരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് വരുന്നത് അത് അത്രയ്ക്കൊരു സ്നേഹപ്രകടനമാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ അതിനെ വേറൊരു അർത്ഥത്തിൽ ചിത്രീകരിക്കുന്ന നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ്. ഇവിടെ വേണ്ട ഒരു പെങ്കൊച്ച് വന്നിട്ട് കെട്ടിപ്പിടിക്കുന്ന കണ്ടോ? അങ്ങനെ ഈ പറയുന്ന CM-ന്റെ തണലിൽ വളരുന്ന ഒത്തിരിയും പേരുണ്ട്. ഒത്തിരിയും കുട്ടികൾക്ക് ഇഷ്ടമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം അല്ലേ? നമ്മുടെ പഴയ മുഖ്യന്റെ ഇതാണ്. ഒരു അമ്മ മുഖ്യന്റെ അടുത്തോട്ട് വരികയാണ്. വരുമ്പോ പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കി. ഇതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം അല്ലയോ? അല്ലാതെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും. ഇതൊന്ന് കണ്ടു നോക്കി. അവിടെ പോയിരിക്കേ നിങ്ങൾ അവിടെ പോയിരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിക്കളയുകയാണ്. എന്നാൽ ഇപ്പുറത്ത് അങ്ങനെയാണോ? അങ്ങനെയല്ല. ഇവിടെ ഈ മുഖ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുക. അമ്മമാർക്കൊക്കെ അടുത്ത് വരാം, അമ്മമാർക്കൊക്കെ കെട്ടിപ്പിടിക്കാം, അമ്മച്ചിമാർക്ക് മുത്തം കൊടുക്കാം, അമ്മച്ചിമാരെ ചേർത്ത് പിടിക്കും. ഇതാണ് ഈ മുഖ്യൻ. ഈ മുഖ്യൻ ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖ്യൻ. ഇങ്ങനെ ഒരു മുഖ്യനെ കാണുമ്പോൾ കാലളകിയിട്ടോ പുച്ഛം കാണിച്ചിട്ടോ ഒരു കാര്യവുമില്ല. ഓക്കെ, ഇനി അത് അവിടെ നിൽക്കട്ടെ. ഇനി എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും ഇന്നലെ നമ്മുടെ CM നമ്മുടെ പ്രൈം മിനിസ്റ്ററെ പോയി കണ്ടിരുന്നു. നമ്മുടെ നരേന്ദ്രമോദിയെ കണ്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ CM പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ കേരളം ഇനി വികസനത്തിന്റെ പാതയിലേക്ക് കടന്നു പോകണം. അതിന് നമ്മുടെ കേന്ദ്രവും സഹായം ചെയ്തേ പറ്റത്തുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക്, അതായത് നമ്മുടെ കേരളത്തിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പോയി നമ്മുടെ പ്രൈം മിനിസ്റ്ററെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന നമ്മുടെ CM പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. നിങ്ങളെല്ലാവരുടെയും സഹായം ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെയും ബഹുമാനിയായ ധനകാര്യമന്ത്രിയും സന്ദർശിച്ചു. വളരെ വിശദമായ കൂടിക്കാഴ്ചയാണ് നടന്നത്. നമ്മൾ കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മുടെ മുൻഗണനകളെക്കുറിച്ചും അവരോട് സൂചിപ്പിച്ചു. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിച്ചു. നമുക്കറിയാം, കേരളം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലമാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജൂൺ ഫസ്റ്റ് വീക്കിൽ അത് പുറപ്പെടുവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. കുറേ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടെ പരിശോധിച്ച് സാമ്പത്തികമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കൂടി ചെയ്തു പോയി. പ്രോജക്റ്റുകളുടെ വിശദാംശങ്ങൾ പിന്നീട് നമ്മൾ ബജറ്റിലെല്ലാം പ്രൊവിഷനെല്ലാം വെച്ചതിന് ശേഷം അതിൻ്റെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ സഹായം അത്തരം പദ്ധതികൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAIക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കടമെടുപ്പിൻ്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാരണം കടമെടുപ്പിൻ്റെ പരിധിയിൽ നമുക്ക് 3.5% ഉള്ളത് GSDPയുടെ. അതിൽ 0.5% കണ്ടീഷണലാണ്. അതായത് പവർ സെക്ടറിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം പണം എടുക്കണമെന്നാണ്. അപ്പം ശരിക്കും 3% ഉള്ളൂ. ആ 3%-ൽ കിഫ്ബിയും പെൻഷൻ ഫണ്ടും വരുത്തിയ ബാധ്യതകൾ കൂടി ഈ കടമെടുപ്പിന്റെ പരിധി, കടം വളരെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലുണ്ട്. എന്തായാലും നമ്മുടെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രം ധനസഹായം ചെയ്യട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ചെയ്യണം. കാരണം കേരളവും വികസിക്കണമെന്നേ. കേരളത്തിനും വരണം വികസനം. കാരണം ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ കുറെ ആശകളൊക്കെ ഉണ്ടാവും,
കുറെ ആഗ്രഹങ്ങളുണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ. പക്ഷെ അതിന് സാമ്പത്തികം ചിലപ്പം തടസ്സമായിട്ട് വരാം. അതിന് കേന്ദ്രത്തോട് സഹായം ചോദിക്കുകയും കേന്ദ്രം അത് അനുവദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളം സൂപ്പറാകുമെന്നേ. ഓക്കെ, അല്ലാതെ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേരളം അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാനുള്ള ഒരു കഴിവൂടെ വേണം. അപ്പൊ അത് വി.ഡി. സതീശൻ സാർ പോയി സംസാരിച്ചു, അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. അതിന്റെ ഫോട്ടോ ഈ പറയുന്ന നമ്മുടെ നരേന്ദ്രമോദി വരെ പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇന്ന് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ടുള്ള കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. എന്തായാലും അതൊക്കെ നല്ല രീതിയിലാകട്ടെ. ഇനിയും പറയാനുള്ളത് നമ്മുടെ മുനമ്പം വിഷയമാണ്. ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ ആ വിഷയം എന്തുകൊണ്ട് 10 മിനിറ്റ് പോയിട്ട് ഇപ്പൊ ഇത്ര സ്ഥാനമേറ്റിട്ട് ഇത്രയും നാളായി എന്തുകൊണ്ട് സോൾവ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യം ഇപ്പൊ ഓരോരുത്തരെടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ CM കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ ഇന്നലെ മറ്റേ ഡൽഹി വെച്ചുള്ള പത്രസമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ജൂൺ ആദ്യം തന്നെ ധവളപത്രം പുറത്തിറക്കുമെന്നൊക്കെ നമ്മുടെ CM പറയുകയുണ്ടായി. എന്തായാലും ഈ പറയുന്ന മുനമ്പത്തെ കുറിച്ച് പറയുന്ന കാര്യം ഒന്ന് കേട്ടോ. അല്ല, നമ്മളെ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ കറക്റ്റ് ആയിട്ട്. അത് ഈ പുതിയ നിയമത്തിന്റെ പ്രൊവിഷൻസിനെതിരായിട്ടാണ് വഖഫ് ബോർഡ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യേണ്ടത് മുത്തവല്ലിക്കാണ് വുമൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് പോയി കഴിഞ്ഞിട്ട് ഈ വഖഫ് ബോർഡ് അവസാനത്തെ സമയത്ത് പോയിട്ട് ഇത് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് അവിടെ പോയ മന്ത്രിമാരെല്ലാം അവരോട് പറഞ്ഞത് നിങ്ങളെ ആരെ ഇറക്കി വിടൂലെന്നാണ്, അല്ലേ? നിങ്ങളെ ആരെ ഇറക്കി വിടൂലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഗവൺമെന്റ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് വഖഫ് ബോർഡ് ചേർന്നത്, അല്ലേ? ആ വഖഫ് ബോർഡ് കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇത് വഖഫാണെന്ന്. അപ്പൊ അവരോട് പറഞ്ഞത് കാപട്യമാണ്, അവരെ കളിപ്പിക്കുകയാണ്. ജനങ്ങളെ കളിപ്പിക്കരുത് മക്കളെ. ജനങ്ങളെ കളിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അങ്ങെടുത്ത് കളയും. കാരണം ജനങ്ങളുടെ വോട്ടില്ലെങ്കിലേ അധികാരത്തിൽ കയറാൻ പറ്റത്തില്ല. അവിടെ വന്നിട്ട് ഒരു വാക്ക് പറയും, എന്നിട്ട് അവിടെ പൊളിറ്റിക്കൽ നീക്കമായിട്ട് അവിടെ വേറൊരു രീതിയിൽ നീക്കം നടത്തും. ഇതൊന്നും ജനങ്ങളുടെ കയ്യടി വാങ്ങാൻ പറ്റത്തില്ല കേട്ടോ. ജനങ്ങൾ തൂക്കി അങ്ങ് കളയും. അതാണ് ഇപ്പൊ നടന്നത്. എന്തായാലും ബാക്കി പറയുന്നത് കേട്ടു നോക്ക്. ഞങ്ങൾ BJPക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. BJP ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ ഇടപെട്ടിട്ടാണ് അത് 2 മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അല്ലാതാക്കി മാറ്റിയത്. അത് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഫലപ്രദമായ ഇടപെടൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി നടത്തിയിട്ടുണ്ട്. അവർ 2 പേരും കൂടി എറണാകുളത്ത് വന്ന് വരാപ്പുഴയിലെ ബിഷപ്പ്മാരെയോട് കണ്ട് സന്ദർശിച്ച് ഇവരെ ഒരു കാരണവശാലും പുറത്തിറക്കി വിടാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് വാക്ക് കൊടുക്കുക. അവരെ ഇറക്കി വിടാൻ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് വേറെ കളിയായി മാറും. അവരെ ഇറക്കി വിടേണ്ട കാര്യമില്ല. അത് അവരവിടെ താമസിക്കുന്നതാണ്, അവരവിടെ താമസിക്കട്ടെ. അവരെ ഇറക്കി വിടാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും വി.ഡി. സതീശൻ സാറിനും നല്ലത്. ഓക്കെ, ഈ ഗവൺമെന്റിനും നല്ലത്. അതുകൊണ്ട് അതിന് മുതിരരുത് കേട്ടോ. നല്ലൊരു തീരുമാനം എടുക്കുക. ഓക്കെ, അത് പറയുന്നുണ്ട് പുള്ളിക്കാരൻ, അതും കേട്ടോ. ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെട്ടു. അപ്പോൾ സംഘപരിവാറിന് ഒരു അജണ്ട ഉണ്ടായിരുന്നു അവിടെ 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ. അതിന് കുട പിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ അന്ന് സ്വീകരിച്ചത്. ആ സർക്കാർ ഇറങ്ങിയിട്ടും സർക്കാർ വെച്ച പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് വഖഫ് ബോർഡ്. അവർ കൊണ്ടുപോയി പോണ പോക്കിൽ ഇനി വരാനിരിക്കുന്ന സർക്കാർ, ഞാൻ പണ്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയമുള്ളതെന്ന്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് വെച്ചിട്ട് പോയത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല 8ന്റെ പണിയാണെന്ന് ചെയ്തിട്ട് പോയത്. കുഴപ്പമില്ല, അതും കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കും. അത് നമ്മളതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ഇടപെടലുണ്ടാവും. ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകുകയാണ്, അവിടെ ആ പാവപ്പെട്ട മനുഷ്യര് അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഞങ്ങളുടെ ഗവൺമെന്റ് അത് പ്രൊട്ടക്ട് ചെയ്യുവാനെ. പിന്നെ എത്രയും പെട്ടെന്ന് അവർക്ക് നികുതി അടയ്ക്കാനുള്ള സംവിധാനവും ആ ഭൂമിയിലെ പൂർണ്ണ അവകാശവും കൂടി അവർക്ക് വാങ്ങിച്ചു. എന്തായാലും എന്താ പറയാ, അവര് ഈ 10 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട പദ്ധതിയെ ഒരു വലിയൊരു 8ന്റെ പണിയാക്കി വെച്ചിട്ടാ പോയേക്കുന്നതെന്ന് ഇവിടെ CM പറയുന്നുണ്ട്. എന്തായാലും അതിന് തക്കതായിട്ടുള്ള ഒരു തീരുമാനം ഇവർ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് എന്തായാലും വീട് നഷ്ടപ്പെടത്തില്ല, അവരെ അവിടെ നിന്ന് ഇറക്കി വിടത്തില്ല എന്നുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. അവരെ ഇനി ഇറക്കി വിടുകയാണെങ്കിൽ നിങ്ങളെയും അവരങ്ങ് ഇറക്കി വിടും. അതാണ് എനിക്കും പറയാനുള്ളത്. എന്തായാലും അത് ചെയ്യാതിരിക്കുക. പിന്നെ ഈ പറയുന്ന നമ്മുടെ പഴയ മുഖ്യമന്ത്രി നമ്മുടെ പിണറായി സാറ് ഇരട്ടച്ചങ്കൻ, പുള്ളിക്കാരൻ പോകുന്ന സമയത്ത്, വാഹനങ്ങളിലൂടെ പോകുന്ന സമയത്ത് കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നവകേരള സദസ്സിന്റെ ആ ഒരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ ചെറുപ്പക്കാർ പിള്ളേരെ അടിച്ചങ്ങോട്ട് തകർത്തിരുന്നു. അതിലൊരു പയ്യനിപ്പം MLA ഒക്കെയാണ്. ഇതുമല്ല, അതിന്റെ ഒരു വിധി വന്നിട്ടുണ്ട്. നമ്മുടെ പിണറായി സാറിന്റെ ഗവൺമെന്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അത് മാത്രമല്ല, അന്ന് അടിക്കാനായിട്ട് വടിയെടുത്തോണ്ട് ചാടി ഇറങ്ങിയവർക്കൊക്കെ ഇനിയും അഴിയണം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വി.ഡി. സതീശൻ സാർ പറയുന്ന കാര്യം കേട്ടു.
റിപ്പോർട്ട് വരട്ടെ. എന്താ ചെയ്തത് നമ്മുടെ ശ്രദ്ധയിൽ ഇത് പെട്ടപ്പോൾ നമുക്ക് നേരത്തെ അറിയാം, ഞങ്ങൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് രാഷ്ട്രീയ പ്രതികാരം തീർക്കാൻ വേണ്ടി ചെയ്തതല്ല. ആദ്യത്തെ ക്യാബിനറ്റിലെടുത്ത ഒരു തീരുമാനമാണ്. എന്താ തീരുമാനം? കേസെടുത്തില്ല അവർക്കെതിരായി. അപ്പോൾ ഇരകളായ കുട്ടികൾ പോയി കോടതി പോയി. അപ്പോൾ കോടതി കേസ് അന്വേഷിക്കാൻ പറഞ്ഞു. കോടതി കേസ് അന്വേഷിക്കാൻ പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് ആ കേസ് അന്വേഷിച്ചു. ആ കേസ് അന്വേഷിച്ചതിൻ്റെ യഥാർത്ഥ റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടു. എന്നിട്ട് കോടതിയിൽ പറഞ്ഞതിൻ്റെ വീഡിയോ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മർദ്ദനം നടന്നിട്ടില്ല എന്ന് പച്ചക്കള്ളം പോലീസ് കോടതി പറഞ്ഞു. അപ്പോൾ കുട്ടികൾ അതിൻ്റെ വീഡിയോ ഹാജരാക്കി. വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. എല്ലാ ചാനലുകളിലും കൂടി വീഡിയോ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് പോലീസ് കോടതിയിൽ പച്ചക്കള്ളമാണ് ഇല്ലേ? അപ്പോൾ കോടതി ഒരു തുടരന്വേഷണമല്ല, റീഇൻവെസ്റ്റിഗേഷൻ അല്ല, ഫർദർ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് ഉത്തരവിട്ടു. ആ അന്വേഷണം നടത്തിയില്ല. ആ അന്വേഷണം വെച്ച് താമസിപ്പിച്ചു ആണല്ലോ. ആ ഘട്ടത്തിൽ ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഞങ്ങളൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അത് അന്വേഷിപ്പിച്ചു. അതിന്റെ റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചത്. അതിൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി, ആ റിപ്പോർട്ട് പരിശോധിച്ച് അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് കൂടി പോകും. അത് റിപ്പോർട്ട് പരിശോധിച്ചിട്ട് വേണം. എൻ്റെ കയ്യിൽ ആ റിപ്പോർട്ട് വന്നിട്ടില്ല. ഹോം മിനിസ്റ്റർ പറഞ്ഞിരുന്നു ആ റിപ്പോർട്ട് കിട്ടി, ഈ ആദ്യ ഘട്ടത്തിലായിട്ട് അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കുന്നു. എന്തൊരു ക്രൂരമായ മർദ്ദനമാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പുറത്തു വന്നല്ലോ. അവിടുത്തെ SP കൊടുത്ത റിപ്പോർട്ട് പൂഴ്ത്തി, DYSP ക്രൈംബ്രാഞ്ച് DYSP കൊടുത്ത റിപ്പോർട്ട് പൂഴ്ത്തി ഇല്ലേ? ഒരുപാട് മാനിപ്പുലേഷൻസ് അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. ഒരു ക്രൂരമായി കുട്ടികളെ മർദ്ദിച്ച കാര്യമാണ്. മുഖ്യമന്ത്രി കടന്നുപോയി കഴിഞ്ഞ ശേഷമാണ് പുറകെ വന്ന ഈ ടീം പോലീസിന്റെ കസ്റ്റഡിയിൽ നിൽക്കുന്ന, എന്ന് വെച്ചാൽ അവരുടെ ലോക്കൽ പോലീസിന്റെ കൂടെ നിൽക്കുന്ന, അവർ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രതിഷേധമില്ലല്ലോ. ഈ പ്രതിഷേധം പ്രകടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവരെ തല്ലിയൊന്നുമില്ല. മുഖ്യമന്ത്രി പോയി കഴിഞ്ഞിട്ടും പോലീസിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ഈ വണ്ടിയിൽ വന്നിറങ്ങിയ സംഘം ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യമാണ്. കേരളത്തിൽ ആരെങ്കിലും അത് കണ്ടാൽ സഹിക്കുമോ? മക്കളുള്ളവരാരെങ്കിലും കണ്ടാൽ അത് സഹിക്കുമോ? ഓക്കെ, കേരളത്തില് മക്കളുള്ളവർ ആരെങ്കിലും കണ്ടാൽ സഹിക്കുമോ? ഞാനും സഹിക്കില്ല എന്നവിടെ CM പറയുന്നുണ്ട്. ഞങ്ങളും അത് മറക്കില്ല എന്ന രീതിയിലും പറയുന്നുണ്ട്. എന്തായാലും ക്രൂരമായിട്ട് അവരെ ശിക്ഷിച്ചതിന് ക്രൂരമായിട്ടുള്ള ശിക്ഷ തന്നെ അവര് ഏറ്റുവാങ്ങേണ്ടതായിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി കടന്നുപോയി കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി വന്നിട്ട് ഇവരെ എടുത്തിട്ടടിക്കുകയായിരുന്നു. കാരണം എന്താണ്? കരിങ്കൊടി കാണിച്ചു എന്നുള്ള ഒരു കാര്യത്തിന്. ഇതിനു മുമ്പും നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരെയൊക്കെ കരിങ്കൊടി കാണിച്ചതും അദ്ദേഹത്തെ എറിഞ്ഞ് പരിക്കേൽപ്പിച്ചതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെങ്കിൽ 10,000 വണ്ടികളുടെ അകമ്പടിയോടുകൂടി ഇരട്ട ചങ്കൻ പോകുന്ന സമയത്ത് നടന്ന ഒരു സംഭവമാണിത്. ഇത് എന്താ പറയുക, ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇനി നല്ലൊരു ഭരണം നടക്കട്ടെ, ജനങ്ങൾക്ക് നല്ലത് കിട്ടട്ടെ, ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി ജനങ്ങൾ കാണാനായിട്ട് സാധിക്കട്ടെ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താ, തെറ്റ് കണ്ടാൽ വിമർശിക്കും, നല്ലത് കണ്ടാൽ നല്ലത് പറയും. അതാണ് നമ്മുടെ പോളിസി. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളും മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും